വർത്തമാനത്തിലും അമാനത്തുണ്ട്. നല്ലോണം കരുതി കാര്യങ്ങൾ പറയാവൂ. ആരും കേൾക്കില്ല എന്ന നിലക്ക് പറയരുത്. പറയുന്ന കാര്യങ്ങളെ കുറിച്ച് നല്ല ചോദ്യം വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് തികഞ്ഞ ബോധം ആ വിഷയത്തിൽ വേണം. അതിലേറ്റവും ഗൗരവമുള്ളത് തന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച വസ്തുക്കളാണ്. കടം ആ കൂട്ടത്തിൽ പെട്ടതാണ്. വാഗ്ദാനങ്ങൾ ആ കൂട്ടത്തിൽ പെട്ടതാണ്. മറ്റുള്ളവർക്ക് നൽകാൻ വേണ്ടി തന്നത് ആ കൂട്ടത്തിൽ പെട്ടതാണ്. വേറൊരാളുടെ സ്വത്ത് നമ്മുടെ കയ്യിലുണ്ട്, അയാൾക്കത് കൊടുക്കണമെന്ന് ബോധ്യമുണ്ട്, നമ്മുടെ കയ്യിൽ സൂക്ഷിച്ചിരിപ്പുള്ളതാണ്. ഇത് ആ വിഷയത്തിൽ ഏറ്റവും ഗൗരവമുള്ളതാണ്. ഒരാളെ കയ്യിൽ നിന്ന് വാങ്ങിയ സാധനം വളരെ സൂക്ഷ്മതയോടെ തിരിച്ചു കൊടുക്കുക വലിയ ഉത്തരവാദിത്തമാണ്. ഒരാളെ ഹക്കായി വീട്ടിക്കൊടുക്കുക വലിയ ഉത്തരവാദിത്തമാണ്. ആ അമാനത്ത് മറ്റൊരാൾക്ക് വീട്ടേണ്ട സൂക്ഷിപ്പ് സ്വത്തുകൾ യുദ്ധത്തിൽ ഷഹീദായാൽ പോലും അല്ലാഹ് പുറത്തു കൊടുക്കൂല. അത് ബാപ്പ മക്കൾക്ക് കൊടുക്കാനുള്ളതാണെങ്കിലും മക്കള് ബാപ്പക്ക് കൊടുക്കാനുള്ളതാണെങ്കിലും ആർക്ക് കൊടുക്കാനുള്ളതാണെങ്കിലും വളരെ ഗൗരവം നിറഞ്ഞതാണ്. നമ്മൾ അവിടെ ശരിക്ക് കരുതേണ്ട വിഷയം ഉണ്ട്. അന്ന ഒരു സാധനം തിരിച്ചു കൊടുക്കാൻ മറക്കരുത്. അതേ എഴുതി വെക്കാൻ മറക്കരുത്. അത് 10 രൂപയാണെങ്കിലും ശരി, 20 രൂപയാണെങ്കിലും ശരി, 5 രൂപയാണെങ്കിലും ശരി. വെള്ളിയാഴ്ച ബക്കറ്റിലിടാൻ ഒരു 10 രൂപ വാങ്ങി, ഒരു വെള്ളിയാഴ്ച ഒരാളെത്തുന്നു വാങ്ങി, പിറ്റത്തെ വെള്ളിയാഴ്ച വേറെ ആൾത്തുനിന്ന് വാങ്ങി. അങ്ങനെ നോക്കുമ്പോ ആ മാലത്തിൽ വാങ്ങാത്ത ആരുമില്ല. എല്ലാരും ഈ 10 രൂപ ചോദിച്ചാലും വരൂല. എന്നാലും തന്നത് അമാനത്താണ്. ഉടനെ തന്നെ തിരിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പൊ നിങ്ങളെ കയ്യിലില്ലെങ്കിൽ നിങ്ങളത് പോയി കിട്ടുന്ന അവസരത്തിൽ കൊടുക്കേണ്ടതാണ്. എഴുതി തള്ളും എന്ന് കരുതി ഇരുന്നുകൂടാ. കടമുണ്ടാകും അങ്ങനെ, വാഗ്ദാനങ്ങൾ ഉണ്ടാകും അങ്ങനെ, മക്കളോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ ഉണ്ടാകും, പേരക്കുട്ടികളോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ ഉണ്ടാകും, ഭാര്യമാരോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ ഉണ്ടാകും, ജേഷ്ഠാനുജന്മാരോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ ഉണ്ടാകും. അതൊന്നും തിരുത്താനായിട്ടില്ല. പറഞ്ഞ വാക്ക് അക്ഷരം പ്രതിപാലിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടതാണ്. അത് നമ്മൾ ആരോട് പറഞ്ഞാലും സ്വീകരിക്കേണ്ടതാണ്. വാഗ്ദാനങ്ങളിൽ ഏറ്റവും മുന്തിയതാണ്. കാരണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനത്തെ തങ്ങൾ വിലയിരുത്തുന്നത് കടം. വാഗ്ദാനം എന്നത് കടമാണ്.